ബംഗളൂരുവിലെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. മകന്റെ മരണം കുടുംബ പ്രശ്നം മൂലമാണെന്ന് വരുത്തി തീർക്കാൻ മാനേജ്മെന്റ് ശ്രമിക്കുകയാണെന്ന് പിതാവ് പ്രദീപ് ആരോപിച്ചു. കോളേജിലെ അധ്യാപകനും ഹോസ്റ്റൽ വാർഡനുമായ സന്ദീപ് ആദിത്യനെ ഉപദ്രവിച്ചിരുന്നതായും സഹപാഠികൾ വിവരം നൽകിയിട്ടുണ്ട്. ആദിത്യന്റെ സംസ്കാരം തിരുവനന്തപുരം അരുവിക്കര പാണ്ടിയോട് കുടുംബ വീട്ടിൽ നടന്നു. കോളേജിലെ സന്ദീപ് എന്ന അധ്യാപകനെതിരെയാണ് പ്രധാന ആരോപണം. ആദിത്യന്റെ മുറിയിലുണ്ടായിരുന്ന 2 പേർ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. അധ്യാപകൻ സന്ദീപ് ഇതിന്റെ പേരിൽ അധിക്ഷേപിച്ചിരുന്നുവെന്നും പിതാവ് പ്രദീപ് പറഞ്ഞു. ലഹരി ഉപയോഗിക്കാത്തവനെ ലഹരി ഉപയോഗിക്കുന്നവനെന്ന് പറഞ്ഞ് പരത്തി. ഞങ്ങൾക്ക് ഇന്നലെ കോളേജിലും അവിടുത്തെ കുട്ടികൾ പറഞ്ഞത് ഒരു സന്ദീപ് പാണ്ഡ്യ എന്ന് പറഞ്ഞൊരു അധ്യാപകൻ്റെ പേരാണ് പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന 2 പേര് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ മോനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തി ഈ സന്ദീപ് പാണ്ഡ്യ എന്ന് പറഞ്ഞ സാറ് മറ്റുള്ള പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇവനും കൂടെ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇൻസൾട്ട് ചെയ്തത്. ആദിത്യന് അപകടം പറ്റിയെന്ന് മാത്രമാണ് കോളേജിൽ നിന്ന് അറിയിച്ചതെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സഹോദരനും വ്യക്തമാക്കുന്നു. ഓരോ ദിവസം ന്യൂസ് വെച്ചാൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ല, അവിടെ ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല, അവർ ഇതൊന്നും ഈ രീതിയിലൊന്നും പറഞ്ഞില്ല, ഭയങ്കര പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഞാൻ ചെയ്ത് അറിയത്തില്ല എന്താണ്. മരണത്തിന് ശേഷം ഇന്നലെയും കോളേജിൽ ക്ലാസ് നടത്തി. സഹപാഠികളുടെ ഫോൺ കോളേജിൽ വാങ്ങിവെച്ചു. എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പറയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നും സഹോദരൻ പറഞ്ഞു. ബുധനാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് ആദിത്യനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹം ഇന്ന് രാവിലെ 9 മണിയോടെ അരുവിക്കരയിലെ കുളത്തുകാലുള്ള വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം കുടുംബ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.